Greetings in the name of our Lord and Savior Jesus Christ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. It's such a privilege to stand here. ഇവിടെ നിൽക്കുവാൻ കഴിയുന്നത് വലിയൊരു പദവിയായിട്ട് ഞാൻ കാണുന്നു. I don't take it lightly. ഞാനത് അല്പം പോലും അത് നിസ്സാരമായിട്ട് എടുക്കുന്നില്ല. It is God's mercy അത് ദൈവത്തിന്റെ കരുണയാണ്. and God's goodness അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ നന്മയുമാണ് over all of us. നാം ഓരോരുത്തരുടെ മേലും. A month ago, I fell sick. I had fever. ഒരു മാസം മുമ്പാകെ എനിക്ക് അസുഖം വരികയും എനിക്ക് പനി ബാധിക്കുകയും ഇടയായി. Short this thing, but when the symptoms started, I was thinking, okay, I'm going to be sick. But suddenly the Holy Spirit said, your spirit is stronger. അതിന്റെ ലക്ഷണങ്ങൾ വന്നു തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, അതായത് എനിക്ക് വയ്യല്ലോ എന്നെല്ലാം ചിന്തിക്കാൻ തുടങ്ങി. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്, ഇല്ല, നിന്റെ ആത്മാവ് ബലമുള്ളതാണ്. It just came from somewhere, and so through that sickness I kept on reminding myself my spirit is stronger. അതുകൊണ്ട് അത് എവിടെ നിന്നോ വന്നതുപോലെയായിരുന്നു. അപ്പോൾ ഈ സമയത്ത് മുഴുവൻ തന്നെ ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു, എൻ്റെ ആത്മാവ് ബലമുള്ളതാണ്. I'm going to be sharing about how we need to build our spirit man. നമ്മുടെ ആത്മ മനുഷ്യനെ എങ്ങനെ പണിതുയർത്താം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇന്ന് പങ്കുവെക്കുകയാണ്. Let's start with a word of prayer. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. Abba Father, Lord, I just thank you for this day. പിതാവേ, ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. I pray that you will open up the hearts of people. ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഇവിടെ ആയിരിക്കുന്നവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ. Even those watching online. കർത്താവേ, ഓൺലൈനായി ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ That you will teach them something that you've been teaching me these days. കർത്താവേ, ഈ ദിവസങ്ങളിൽ അങ്ങ് എന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവരെയും പഠിപ്പിക്കണമേ. Let the seed fall on good soil. ആ വിത്ത് നല്ല നിലത്ത് വീഴട്ടെ. I just cancel every distraction. എല്ലാ ഡിസ്ട്രാക്ഷനെയും ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. Every type of sleepiness. എല്ലാ രീതിയിലുമുള്ള ഉറക്കത്തിൻ്റെതായിട്ടുള്ള പ്രവണത. And Lord, let the spirits come alive. കർത്താവേ, അവരുടെ ആത്മാവ് സജീവമാകട്ടെ. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Proverbs 18:14 says, സദൃശവാക്യങ്ങൾ 18:14 പറയുന്നു, the spirit of a man will sustain him in sickness, but who can bear a broken spirit? പുരുഷന്റെ ധീരത അവന്റെ ദീനത്തെ സഹിക്കും, തകർന്ന മനുഷ്യനെയോ ആർക്ക് സഹിക്കാം? What does that mean? എന്താണ് അതിന്റെ അർത്ഥം? The spirit of a man that is constantly connected to God and allows the supernatural infusion in their lives is able to sustain through difficulties. ഒരു മനുഷ്യൻ്റെതായിട്ടുള്ള ആത്മാവ് അത് എല്ലായ്പ്പോഴും സ്വർഗീയമായിട്ടുള്ള മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് അസുഖങ്ങളെ തകർക്കുവാനായിട്ട് ചെറുക്കുവാനായിട്ട് ശക്തിയുള്ളതാണ്. Not only sickness, but any difficulty. അസുഖം മാത്രമല്ല, ഏത് പ്രയാസവും ബുദ്ധിമുട്ടുമാണെങ്കിലും But the spirit that is stricken or crushed is not able to receive from heaven's resources. എന്നാൽ തകർന്നിരിക്കുന്ന മനസ്സിന് സ്വർഗീയമായിട്ടുള്ള ആ നിറവിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയുകയില്ല. Okay, so let's look at how we were created first. അതുകൊണ്ട് നമുക്ക് നോക്കാം ആദ്യം നമ്മെ എങ്ങനെ ദൈവം സൃഷ്ടിച്ചു എന്നുള്ളത്. Genesis 2:7 says, ഉൽപ്പത്തി പുസ്തകം 2:7 പറയുന്നത്, and the Lord God formed man of the dust of the ground and breathed into his nostrils the breath of life, and man became a living being. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. So God formed, you know that word formed is a word yatsar, which means like to make, like how a potter makes a pot. ദൈവം നിർമ്മിച്ചു എന്ന് പറയുന്ന ആ വാക്കിന്റെ മൂലപദം എന്ന് പറയുന്നത് യസാർ എന്നുള്ള പദമാണ്. അത് എങ്ങനെ ഒരു കുശവൻ ഒരു പാത്രം ഉണ്ടാക്കുന്നുവോ കളിമണ്ണ് കൊണ്ട്, അതുപോലെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. So God took the dust and made man handling with his own hands. അതുകൊണ്ട് ദൈവം ആ നിലത്തെ പൊടി എടുത്തുകൊണ്ട് തന്റെ കരം കൊണ്ട് മനുഷ്യനെ നിർമ്മിക്കുകയാണ്. And then he breathed the breath of life, and the man became a living soul, it is written. Living soul. അതിനുശേഷം അവിടെ എഴുതിയിരിക്കുന്നത് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. If you look at another this thing about creation, another how man was created in Genesis 1, let's look at that also. Genesis 1:26 says, then God said, let us make man in our image according to our likeness. Let them have dominion over the fish of the sea, over the birds of the air, and over the cattle, over all the earth, and over every creeping thing that creeps on the earth. So God created man in his own image. In the image of God, he created him, male and female, he created them. സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള മറ്റൊരു വാക്യം നമുക്കറിയാവുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1:26 ആണ്.
അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിന്മേലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ എഴുയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വെച്ച് അവരെ വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. So the word image refers to the fact that we were made in the likeness of God more than anything else in creation. അപ്പോൾ അതിൽ നാം മനസ്സിലാക്കേണ്ടത് ആ സൃഷ്ടിപ്പിലെ എല്ലാ കാര്യത്തിലും ഉപരിയായിട്ട് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. Was it talking about our body? അത് നമ്മുടെ ശരീരത്തെക്കുറിച്ചാണോ? We don't look like God, do we? In physically. നാം അങ്ങനെ ശാരീരികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തെ പോലെ ആണോ നമ്മളുള്ളത്? അല്ല. It means it's talking about our spirit. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ്. Here we see how God says, let us. He said it. He spoke the spirit of man into being. അവിടെ നാം കാണുന്നത് ദൈവം സംസാരിച്ചുകൊണ്ട് മനുഷ്യനിലേക്ക് ആ ആത്മാവിനെ പകരുകയാണ്. So the body and the soul are not the image of God, but it is a spirit that is the image of God. അതുകൊണ്ട് ദേഹവും ദേഹിയും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെതായിട്ടുള്ള സ്വരൂപത്തിലല്ല, എന്നാൽ ആത്മാവ് ദൈവത്തെ പോലെയാണ്. And he gave the authority to the spirit to take dominion over all the other animals. മറ്റ് എല്ലാ ജീവികളിലും ജീവജാലങ്ങളിന്മേലും അധികാരം എടുക്കുവാനായിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന അധികാരം ഈ ആത്മാവിനാണ്. So God created the spirit, which is actually the most important part of us. നമ്മിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ആത്മാവ് എന്ന് പറയുന്ന ഭാഗം ദൈവം സൃഷ്ടിച്ചതാണ്. God is a spirit. It says in John 4:24. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ തിരുവചനം പറയുന്നത് ദൈവം ആത്മാവാകുന്നു. But we don't realize that truly we are actually a spirit in a body. എന്നാൽ നാം പലപ്പോഴും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ഓർക്കുന്നില്ല നാം ശരീരത്തിനകത്തുള്ള ഒരു ആത്മാവാണെന്നുള്ളത്. Jeremiah 1:5 says, before I formed you in the womb, I knew you. ഇരമ്യാവിന്റെ പുസ്തകം 1:5 പറയുന്നതിനെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. How is that? അതെങ്ങനെ സംഭവിക്കും? So the forming in the womb is the physical body, the physical the embryo, and suddenly how that fetus grows. That is the forming. But the Lord knew Jeremiah even before that. അപ്പോൾ ആ ഉരുവാക്കുക എന്ന് പറയുന്നത് ആ ശരീരഭാഗങ്ങൾ ആ ഗർഭപാത്രത്തിലേക്ക് അങ്ങനെ ആ കുഞ്ഞിനെ ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ അതിനു മുമ്പാകെ തന്നെ ദൈവത്തിന് യിരെമ്യാവിനെ അറിയാമെന്നാണ് പറയുന്നത്. And he says, before you were born, I consecrated you. നീ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ ഞാൻ നിന്നെ വേർതിരിച്ചു ശുദ്ധീകരിച്ചു. And I appointed you to be a prophet. ഞാൻ ഒരു പ്രവാചകനാകുവാൻ തക്കവണ്ണം നിന്നെ നിയമിച്ചിരിക്കുന്നു. You know, even as a young believer, I didn't realize how we were, I'm created, that the fact that is even as the fetus is formed in the very early stages, already the spirit is there. ഞാൻ ഒരു വിശ്വാസത്തിൽ ആദ്യ വർഷങ്ങളിലായിരുന്ന സമയത്തെല്ലാം ഞാൻ മനസ്സിലാക്കിയില്ല, അതായത് ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ ആത്മാവ് അവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ ഓർത്തിരുന്നില്ല. And so even at that stage, that is life. ആ സമയത്തും അത് ജീവനാണ്. Even people sometimes think, okay, no, it's the early stage of pregnancy. No, that is life. That is a human being in the mother's womb. പലരും ചിന്തിക്കാറുണ്ട് അത് ഗർഭകാലത്തെ ആദ്യ സമയമല്ലേ എന്നൊക്കെ. എന്നാൽ അല്ല, അവിടെ ഒരു ജീവനുണ്ട്, അവിടെ ഒരു ആത്മാവുണ്ട്, അത് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ഒരു ജീവനാണ്. So abortion is murder. അതുകൊണ്ട് തന്നെ ഗർഭഛിദ്രം ചെയ്യുക എന്ന് പറയുന്നത് അത് കൊല ചെയ്യുന്നത് പോലെയാണ്. Because that is the reality of life, that God knew us and created our spirit and just formed the body through the parents. അത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. അതായത് ദൈവം നമ്മെ നമ്മുടെ ഗർഭപാത്രത്തിൽ അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പാകെ തന്നെ ദൈവം നമ്മെ അറിഞ്ഞു. ദൈവം അങ്ങനെ തന്നെ നമ്മെ ഉരുവാക്കിയിരിക്കുകയാണ്. അത് ദൈവത്തിന്റെ കൽപ്പനയാണ് അല്ലെങ്കിൽ പദ്ധതിയാണ്. 1 Thessalonians 5:23 says, now may the God of peace himself sanctify you entirely, and may your spirit and soul and body be kept complete without blame at the coming of our Lord Jesus Christ. 1 തെസ്സലോനിക്കർ 5:23 പറയുന്നത്, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. So when we go to be with the Lord,
before that, our spirit, soul, and body has to be complete. അതുകൊണ്ട് നാം യേശുക്രിസ്തുവിനെ മുഖാമുഖം കാണുന്നതിന് മുമ്പാകെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അനന്യമായിരിക്കണം എന്നുള്ളതാണ്. 2 Peter chapter 1 verse 13, you can read 13 and 14. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 13-14 വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. So the thing is saying that in the English version says, as long as I'm in the tent, ഈ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, അതായത് ഞാൻ ആ കൂടാരത്തിലായിരിക്കുന്നത് വരെ എന്നുള്ള അർത്ഥത്തിൽ. Peter is old, he's ready to take off the tent and go to the Lord. പത്രോസ് പ്രായമായിരിക്കുന്നു, പ്രായത്തിൽ മുതിർന്നിരിക്കുന്നു, ആ കൂടാരം മാറ്റി ദൈവത്തോട് ചേരുവാനുള്ള ആഗ്രഹത്തിലായിരിക്കുകയാണ്. Peter knows that the body is just something temporary, but the spirit is what is going to go to the Lord. തനിക്ക് മനസ്സിലാക്കുകയാണ്, അതായത് ഈ ശരീരം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യമാണ്, എന്നാൽ ആത്മാവാണ് ദൈവത്തോടു കൂടെ ചേരാൻ പോകുന്നത്. So what am I establishing here? അതുകൊണ്ട് എന്താണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്? I am a spirit. ഞാൻ ഒരു ആത്മാവാണ്. I live in a body. ഞാൻ ഒരു ശരീരത്തിൽ വസിക്കുന്നു. And I have a soul. എനിക്കൊരു ആത്മാവുണ്ട്. My soul is my mind, will and emotions. എൻ്റെ ദേഹി അല്ലെങ്കിൽ പ്രാണൻ എന്ന് പറയുന്നത് എൻ്റെ ഇച്ഛ, എൻ്റെ മനസ്സ്, എൻ്റെ വികാരങ്ങൾ. Come on, tell your neighbor, I am a അടുത്തിരിക്കുന്നവരോട് spirit. പറഞ്ഞാട്ടെ, ഞാൻ I ഒരു live in a body. ആത്മാവാകുന്നു, ഞാനൊരു ശരീരത്തിൽ വസിക്കുന്നു, I have a soul. എനിക്ക് ഒരു പ്രാണനുണ്ട് അല്ലെങ്കിൽ Come on, ദേഹിയുണ്ട്. you can- truly, let's just change the way we think. നാം ചിന്തിക്കുന്ന രീതി നമുക്ക് മാറ്റിയേ മതിയാകൂ. And the thing is that when we were born again, the spirit that used to be dormant suddenly has come alive. സത്യം എന്ന് പറയുന്നത് ഇതാണ്, നാം വീണ്ടും ജനിച്ചപ്പോൾ നിർജീവമായി കിടന്നതായിട്ടുള്ള നമ്മുടെ ആത്മാവ് അത് വീണ്ടും ജനിച്ച് ജീവനോടെ വന്നിരിക്കുന്നു. 2 Corinthians 5:17 says, therefore, if anyone is in Christ, he is a new creation. All things have passed away. Behold, all things have become new. 2 കൊരിന്ത്യർ 5:17 പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. What is that new creation? It's our spirit. എന്താണ് ആ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്? അത് നമ്മുടെ ആത്മാവാണ്. Our spirit is completely new and righteous and holy before God. നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് പൂർണ്ണമായും നീതിയിലും വിശുദ്ധിയിലും ദൈവവും ഭാഗെ ആയിരിക്കുന്നു. But then we can't leave our spirit at that born again stage. We have to feed it. എന്നാൽ ആ വീണ്ടും ജനിച്ചതായിട്ടുള്ള ആ സ്ഥാനത്ത് തന്നെ നമ്മുടെ ആത്മാവിനെ വെറുതെ വിട്ടാൽ പോരാ, എന്നാൽ ആവശ്യമായിരിക്കുന്ന ആഹാരം കൊടുക്കണം. In 1 Corinthians chapter 3, Paul says, verse 1, and I, brothers and sisters, could not speak to you as spiritual people. He's talking to believers, but only as fleshly or carnal, as to infants in Christ. I gave you milk to drink, not solid food, for you were not able yet to consume it, but even now you are not yet able. 1 കൊരിന്ത്യർ 3:1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. So Paul is waiting to talk to some spiritual sons and daughters, but he's saying that you haven't grown up, you're still fleshly. പൗലോസ് അപ്പോസ്തലനാണെങ്കിലോ ചില ആത്മീയ മക്കളോട് എന്ന പോലെ ഇടപെടാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ അവർ ആ നിലവാരത്തിലേക്ക് വളർന്നിട്ടില്ല. So in 1 Corinthians chapter 2 and 3, Paul talks about the three type of people. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും 3 തരത്തിലുള്ള വ്യക്തികളെ കുറിച്ച് പൗലോസ് പറയുകയാണ്. There is the natural man, അവിടെ ഒരു പ്രാകൃത there മനുഷ്യനുണ്ട്, is a carnal man, അവിടെ ഒരു സാധാരണ and മനുഷ്യനുണ്ട്, the spiritual man. എന്നാൽ അതോടൊപ്പം തന്നെ ആത്മീയനുമുണ്ട്. The natural man is not born again. It's just a person of the world who cannot understand spiritual things. സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത് വീണ്ടും ജനിക്കാതെ ലോകത്തിലുള്ള ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയാത്ത വ്യക്തി. A carnal man has known Christ, is a believer, but still indulges in the things of the flesh. ജഡീക മനുഷ്യൻ എന്ന് പറയുന്നത് യേശുവിനെ അറിഞ്ഞു, എന്നാലും ജഡീകമായിട്ടുള്ള പ്രവർത്തികളിൽ ഇടപെടുന്ന ഒരു വ്യക്തി. Always the focus is on the things of the world. എപ്പോഴും ലോകകാര്യങ്ങളിലാണ് അദ്ദേഹത്തിന്റെ താല്പര്യം. But the spiritual man is a person who has really understood the things of the spirit and is connected to heaven's resources and is able to perceive things in that way. എന്നാൽ ആത്മീയനോ ആത്മമനുഷ്യനോ അവനെന്ന് പറയുന്നത് എപ്പോഴും സ്വർഗവുമായി ബന്ധപ്പെട്ടിരുന്ന അവന്റെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് ദൈവകാര്യങ്ങൾ എങ്ങനെ മുന്നേറാമെന്നുള്ളതാണ്. Almost a year back, I went to one house and I got a few branches to plant from their garden.
ഞാൻ അല്പ വർഷങ്ങൾക്ക് മുമ്പാകെ No, 1 year back. ഒരു വർഷം മുമ്പാകെ ഞാൻ ഒരു ഭവനത്തിൽ ചെന്ന് It's അവിടെ a നിന്ന് nice plant. It's just with the stem itself you can plant. അപ്പോൾ അതിന്റെ ആ ഒരു നല്ല ചെടിയുടെ താഴെ ചില തണ്ടുകൾ എനിക്ക് കിട്ടി അത് നടുവാനായിട്ട്. Okay, and so we planted it in 2 different places in the house, in front, in the garden. അത് ഞങ്ങളുടെ തന്നെ തോട്ടത്തിൽ 2 സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ അത് നട്ടു. Same plant, ഒരേ ചെടിയാണ്, the same person planting, നട്ടതും ഒരേ വ്യക്തിയാണ്. and we watered the plants, those 2 plants every day. എല്ലാ ദിവസവും അതിന് ആവശ്യമായിരിക്കുന്ന വെള്ളം കൊടുക്കുകയും ചെയ്തു. But one plant even now is just so stunted. I'm surprised. എന്നാൽ അതിൽ ഒരു ചെടിയാണെങ്കിലും ഇപ്പോഴും വളർച്ചയൊന്നുമില്ലാതെ മുരടിച്ചിരിക്കുകയാണ്. And the others become a big bush, a beautiful bush. എന്നാൽ മറ്റതാണെങ്കിലോ വളർന്ന് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. And I'm thinking, this is what we mean, that is, you may be born again for years, but still you haven't been able to plant yourself in the right soil, and because of that we're not able to grow. അത് കണ്ടപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ശരിയാണ്, ഒരുപക്ഷെ നമ്മൾ വീണ്ടും ജനിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായിരിക്കാം, എന്നാൽ ശരിയായിട്ടുള്ള നിലത്ത് നാം നട്ടിട്ടില്ല എങ്കിൽ നമ്മുടെ വളർച്ച മുരടിച്ച് അങ്ങനെ തന്നെ നിൽക്കുവാൻ സാധ്യതയുണ്ട്. So we need to take that decision to take care of our spirit man. അതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള വളർച്ചയുടെ ഉത്തരവാദിത്വം നാം തന്നെ എടുക്കണം. Because we always worry about our body, our emotions now, because psychology has come, so we always worry. Yes, it's important, but the spirit man is the real you, and you have to take care and let that spirit man grow. നാം പലപ്പോഴും നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുന്നു, മനസ്സിനെ സൂക്ഷിക്കുന്നു. ഇപ്പോൾ മനഃശാസ്ത്രപരമായിട്ടുള്ള സംസാരങ്ങൾ ഒരുപാട് ഉള്ളതുകൊണ്ട് നാം അതും ചിന്തിക്കുന്നു, പ്രധാനമാണ്. എന്നാൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആത്മീയ കാര്യങ്ങൾ തന്നെയാണ്. 1 Corinthians chapter 2 verses 12 and 13 says, "Now we have not received the spirit of the world, but the Spirit who is from God, so that we may know the things freely given to us by God. We also speak these things, not in words taught by human wisdom, but in those taught by the Spirit, combining spiritual thoughts with spiritual words." 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ പറയുന്നത്, നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മികന്മാർക്ക് ആത്മികമായത് തെളിയിക്കുന്നു. So it's only when we build our spirit that we'll be able to understand what God is doing in every situation. അപ്പോൾ നമ്മുടെ ആത്മമനുഷ്യനെ പണിതുയർത്തുമ്പോൾ മാത്രമേ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ ദൈവം ഓരോ സാഹചര്യത്തിലൂടെ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. I think more than ever the church needs to know what God is doing. എല്ലാറ്റിലും ഉപരിയായിട്ട് ആരാണ് ദൈവപ്രവൃത്തിയെ മനസ്സിലാക്കേണ്ടത്? സഭയാണ്. Because if we don't listen to what God is doing, we will be discouraged. ദൈവം എന്ത് ചെയ്യുന്നു എന്നുള്ളത് നാം കേട്ട് മനസ്സിലാക്കുന്നില്ല എങ്കിൽ നാം നിരാശപ്പെടും. Proverbs 20:27 says, "The spirit of a man is the lamp of the Lord, searching all the inner depths of their heart." സദൃശ്യവാക്യങ്ങളുടെ 20-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം പറയുന്നത്, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിന്റെ അറകളെ ഒക്കെയും ശോധന ചെയ്യുന്നു. When God is showing you something, your spirit should have enough light so that you can see it. ദൈവം ചില കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് കാണുവാൻ തക്കവണ്ണം നിങ്ങളുടെ ആത്മാവിന് പ്രകാശമുണ്ടാകണം. If your spirit is in darkness, it will not understand. The light will not shine on his doing or his word. നിങ്ങളുടെ ആത്മാവ് ഇരുട്ടിലാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ദൈവപ്രവൃത്തി കാണുവാൻ തക്കവണ്ണമുള്ള വെളിച്ചം നിങ്ങൾക്കുണ്ടാകുകയില്ല. Okay. So now we've understood that the importance of the spirit man, the importance of building the spirit man. അപ്പോൾ നമുക്ക് മനസ്സിലായി ആത്മമനുഷ്യനെ പണിയേണ്ടതിനെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും. So what are some of the benefits of building your spirit man? അങ്ങനെ ആത്മമനുഷ്യനെ പണിതുയർത്തിയാൽ എന്താണ് അതിന്റെ ചില ഗുണങ്ങളെന്ന് നോക്കാം. First of all, we allow heaven's resources to invade our life. ഏറ്റവും ആദ്യമായിട്ട് സ്വർഗീയമായിട്ടുള്ള ദാനങ്ങൾ, സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. See, we have a spirit, but the Holy Spirit, once we become believers, the Holy Spirit is residing in our spirit. And unless our spirit man is growing, the Holy Spirit cannot work through us. നാം വീണ്ടും ജനിക്കുമ്പോൾ നമുക്ക് ആത്മാവ് സജീവമായുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്ന് വസിക്കുന്നു. എന്നാൽ നമ്മുടെ ആത്മാവ് വളരുന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവിന് ശക്തമായി പ്രവർത്തിക്കാൻ കഴിയുകയില്ല. Job 32:8 says, "But it is a spirit that is in mankind, and the breath of the Almighty gives them understanding."
ഇയ്യോബിന്റെ പുസ്തകം 32:8 പറയുന്നത്, എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ, സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു. The Holy Spirit is working through our spirit. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവുമായി ചേർന്ന് അല്ലെങ്കിൽ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. So how does it work in our lives? അപ്പോൾ അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത് If പ്രവർത്തിക്കുന്നു? you're facing a difficult situation, നിങ്ങളൊരു പ്രയാസമുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ when your spirit man is strong, you allow the Holy Spirit to work through you. നിങ്ങളുടെ ആത്മമനുഷ്യന് ഒരു പ്രയാസം അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ആത്മാവിൽ പ്രവർത്തിക്കുവാൻ അനുവദിക്കുക. So when there's a sickness, you will let the Holy Spirit work through you and bring in healing. ഒരു ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ അസുഖത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൗഖ്യം ലഭിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. So I had a fractured toe recently. എനിക്ക് ഈ അടുത്ത് എൻ്റെ കാലിന്റെ ഒരു വിരൽ അതിൽ ഒരു ഒടിവ് സംഭവിച്ചു. So I was reading about it in Google. How long will it take? ഞാനപ്പം അത് ഗൂഗിളിൽ വായിച്ചു, ഇതൊന്ന് ശരിയാവാൻ എത്ര സമയം എടുക്കും. So it said that 4 to 8 weeks, and even after that there may be stiffness and soreness. അപ്പോൾ 4 തൊട്ട് 8 ആഴ്ച വരെ എടുക്കും. അത് കഴിഞ്ഞിട്ടാണെങ്കിലും വേണമെങ്കിൽ ഒരു ഇച്ചിരി വേദനയൊക്കെ കാണും എന്നൊക്കെയാണ് പറയുന്നത്. I decided I'm cancelling that. ഞാൻ തീരുമാനിച്ചു, ഞാൻ അതിനെ റദ്ദ് ചെയ്യുകയാണ്. And I sat and prayed and I said, Lord, right now I'm just opening up my spirit man that you will heal my toe and enable me to walk and drive at the earliest. ഞാൻ പ്രാർത്ഥിച്ചു, അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ ആത്മാവിനെ തുറക്കുകയാണ്, പരിശുദ്ധാത്മാവ് വന്ന് പ്രവർത്തിച്ച് അത് പൂർണ്ണമായി സൗഖ്യമാക്കി ഓടുവാൻ എന്നെ സഹായിക്കണം. So in every situation you can let the Holy Spirit work through your spirit and bring life into that situation. അപ്പോൾ ഓരോ സമയത്തും പരിശുദ്ധാത്മാവിനെ അനുവദിച്ച് നമ്മുടെ ആത്മാവിലൂടെ പ്രവർത്തിച്ച് ജീവൻ വ്യാപരിപ്പിക്കുവാൻ നമുക്ക് അനുവദിക്കുവാൻ കഴിയും. Even in difficult relationships where you feel that okay, it's not working out, there you let the Holy Spirit work through you. The natural man will get offended. The natural man will want to retaliate, but the spiritual man responds differently. ചില വ്യക്തിബന്ധങ്ങളിൽ ചില പ്രയാസങ്ങളോ അല്ലെങ്കിൽ മുഷിപ്പുകളോ ഉണ്ടെങ്കിൽ സാധാരണമായിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നീരസമുണ്ടാകും. എന്നാൽ ആത്മമനുഷ്യനാണെങ്കിലോ പരിശുദ്ധാത്മാവ് ആ ബന്ധത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം തൻ്റെ ആത്മാവിനെ അതിനുവേണ്ടി തുറന്നു കൊടുക്കും. Because the Holy Spirit is a spirit of love, of power, of sound mind, and that spirit is able to work through us if we allow. നാം അനുവദിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവാകുന്നു. John 7:38 says, "The one who believes in me, as the scripture said, from his innermost being will flow rivers of living water." യോഹന്നാന്റെ സുവിശേഷം 7:38 പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു I പറഞ്ഞു. have a very serious crowd today. No one is excited about the living waters. ജീവജലത്തെ കുറിച്ച് ആർക്കും വലിയ താല്പര്യമില്ല. Come on, just say a hallelujah. ഗൗരവമായിട്ട് Yeah, to the one who believes, rivers of living water will flow. വിശ്വസിക്കുന്നവരിലേക്ക് ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്നാണ് From തിരുവചനം where? പറയുന്നത്. From your innermost being. That is from your spirit. അപ്പോൾ ജീവജലത്തിന്റെ നദികൾ ഉറവുകളിൽ നിന്ന് ഒഴുകുമെന്നാണ് പറയുന്നത്. The Holy Spirit is able to flow from your spirit into every life situation. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവിൽ നിന്ന് ഏതൊരു സാഹചര്യത്തിലേക്കും ഒഴുകുവാൻ തക്കവണ്ണം ശക്തനാണ്. So I want you to start living that. അത് തീർച്ചയായും നാം ജീവിക്കണം. Because I know in this season, with a lot of things coming against many of us, that it's not possible for us to fight in the natural. We have to fight with the help of the Holy Spirit in every situation. ഈ ഒരു കാലത്തിൽ പല കാര്യങ്ങളും നമുക്ക് പ്രതികൂലമായി വരുന്നു എന്ന് നാം കാണുമ്പോൾ അത് സ്വാഭാവികമായി നമുക്ക് ജയിക്കുവാൻ കഴിയുകയില്ല. ആത്മാവിൽ വേണം നാം അതിനെ ജയിക്കുവാനായിട്ട്. Secondly, by building your spirit, you will be confident about your position in Christ. നാം ആത്മീയമായി പണിതുയരുമ്പോൾ നാം ക്രിസ്തുവിലുള്ള നമ്മുടെ സ്ഥാനത്തെക്കുറിച്ച് ഉറപ്പുള്ളവരായിരിക്കും. Paul writes about this position and inheritance in Ephesians chapter 1 to 3. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള അധ്യായങ്ങൾ വരെ പൗലോസ് അപ്പോസ്തലൻ തന്റെ ക്രിസ്തുവിലുള്ള സ്ഥാനത്തെക്കുറിച്ച് പറയുകയാണ്. God has blessed us with spiritual blessings. ദൈവം ആത്മീയ അനുഗ്രഹങ്ങളാൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. He has adopted us as sons. നമ്മെ പുത്രന്മാരായി ചേർത്തിരിക്കുന്നു എന്ന് പറയുന്നു. He has chosen us and sealed us with the Holy Spirit. ദൈവം നമ്മെ തിരഞ്ഞെടുത്ത പരിശുദ്ധാത്മാവിനാൽ മുദ്ര കുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. And Paul says a prayer, isn't it? We all know the prayer in Ephesians 1. എഫെസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ പൗലോസിന്റെ പ്രാർത്ഥന നമുക്കറിയാം. He prays that the eyes of their heart, that is their spirit,
will be opened, അവരുടെ enlightened. അവരുടെ ഹൃദയത്തിൻ്റെതായിട്ടുള്ള ദൃഷ്ടി പ്രകാശിപ്പിക്കേണ്ടതിന് എന്ന് പറയുകയാണ്. It's only when the eyes of your heart are opened, you'll be able to understand the inheritance that you have and the hope of your calling. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുമ്പോൾ മാത്രമാണ്. And then he goes on to pray, I pray that you will understand the great power that will work through you who believe. അതിനുശേഷം പറയുന്നത് അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. This is the power that raised Jesus from the dead. ഇതാകുന്നു യേശുവിനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ശക്തി. Come on, church. This is something we have to be excited about. ഇത് നാം തീർച്ചയായും ആവേശത്തോടെ ആയിരിക്കേണ്ട കാര്യമാണ്. The same power that raised Jesus from the dead യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ശക്തി is strengthening your inner man. ആ ശക്തി തന്നെ നമ്മുടെ ആത്മമനുഷ്യനെ ബലപ്പെടുത്തുവാൻ കഴിയും. So actually we had an accident 3 weeks back. 3 ആഴ്ച മുമ്പാകെ ഞങ്ങൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു. The Lord's protection was so mighty. കർത്താവിന്റെ ആ സംരക്ഷണം എന്ന് പറയുന്നത് ബലമുള്ളതായിരുന്നു. Throughout it. So actually, even though the shock was there initially, the pain was there, I just got out of the car and then I prayed loudly. ആ ഷോക്കും അല്ലെങ്കിൽ ആ വേദനയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ആ കാറിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ ഉറക്കെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. All the people around were watching. ചുറ്റുമുള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. I just prayed and said, thank you, Lord, because you have protected us. No weapon formed against us will prosper and we will live for you and we will serve you. ഞാൻ ഉറക്കെ പറയാൻ തുടങ്ങി, കർത്താവേ അങ്ങയുടെ സംരക്ഷണത്തിനായിട്ട് നന്ദി. ഞങ്ങൾക്കെതിരെ വരുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. ഞങ്ങൾ ജീവനോടെ ഇരുന്ന് അങ്ങയെ ശുശ്രൂഷിക്കും. How is that possible? അതെങ്ങനെ സാധ്യമാകും? Unless the spirit man is strong. നമ്മുടെ ആത്മമനുഷ്യൻ ബലപ്പെടാതെ അത് കഴിയുകയില്ല. So actually that night, that early morning, I got up at 2:30 before the accident. ആ ആക്സിഡന്റിൻ്റെതായിട്ടുള്ള മുമ്പുള്ള ദിവസം വെളുപ്പിനെ 2:30 ഞാൻ എഴുന്നേൽക്കുകയാണ്. I got up with a pain in my hip. എൻ്റെ അരയിൽ ഒരു വേദന കാരണം ഞാൻ So I had എഴുന്നേൽക്കുകയാണ്. just been recovering from that fever and I thought, okay, something related to that. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ആ പനിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ പൂർണ്ണമായി സൗഖ്യപ്പെട്ട് വരുന്നതേ ഉള്ളൂ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കാം. But I couldn't sleep for some time, so I decided I'll go out and pray. Go to the other room and pray. എനിക്ക് അല്പനേരം ഉറങ്ങാൻ കഴിയാഞ്ഞതുകൊണ്ട് അടുത്ത റൂമിൽ പോയി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചു. For 1.5 hours, I was just praying and walking in the hall. ഏകദേശം 1.5 മണിക്കൂറോളം ഞാൻ നടന്ന് ആ ഹാളിൽ Praying in the പ്രാർത്ഥിക്കുകയാണ്. spirit. ആത്മാവിൽ Reading the word. വചനം വായിച്ച്, Not knowing what is coming ahead, but building my spirit. എൻ്റെ മുൻപിൽ ഇനി എന്ത് വരുന്നു എന്നറിയാതെ എന്നാൽ ഞാൻ ആത്മാവിനെ പണിയുകയായിരുന്നു. And I think that is the thing that gave me strength, because the Lord had just strengthened, told me, be on alert, be alert. I did not know what is coming, but be alert. ഞാൻ വിശ്വസിക്കുകയാണ് അതാകുന്നു പ്രത്യേകമായി ഞങ്ങളെ കാത്തത് എന്നുള്ളത്. കാരണം കർത്താവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, ജാഗ്രതയോടെ ആയിരിക്കുക എന്നുള്ളത്, ഉറച്ചു നിൽക്കുക എന്നുള്ളത്. And at the same time, the Lord was speaking to other intercessors to pray. അതോടൊപ്പം തന്നെ മറ്റ് ഇന്റർസെസേഴ്സിനോടും ദൈവം പ്രാർത്ഥിക്കുവാൻ പറയുകയായിരുന്നു. So there was such a prayer covering. അതുപോലെ ഒരു വലിയ പ്രാർത്ഥനയുടെ വലയമുണ്ടായിരുന്നു. No weapon formed against you will prosper. നിങ്ങൾക്ക് നേരെയുള്ള യാതൊരു ആയുധവും ഫലിക്കുകയില്ല. No weapon, come on church, no weapon formed against you. I'm declaring that over each one of you. ഇന്നിവിടെ No weapon formed against you will prosper. പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളുടെ നേരെ വരുന്ന യാതൊരു ആയുധവും Let's ഫലിക്കുകയില്ല. just take a moment to pray. നമുക്ക് പ്രാർത്ഥിക്കാൻ അല്പസമയം കർത്താവേ, ഞാൻ ഈ സമയം നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. എനിക്കറിയാം പലരും പല പ്രയാസങ്ങൾ കൂടെ പോകുന്നു, പല രോഗങ്ങൾ, പല പ്രശ്നങ്ങൾ. പക്ഷേ ഞങ്ങൾ തോറ്റുപോകത്തില്ല, ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ജയിച്ചിരിക്കുന്നു, ഞങ്ങൾ ജയിച്ചിരിക്കുന്നു, ഞങ്ങൾ ജയാളികളാണ്, ഞങ്ങൾ ജയാളികളാണ്. ഹല്ലേലൂയ. ഞങ്ങൾ ഡിസ്കറേജ്ഡ് ആവത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെ ആത്മ മനുഷ്യനെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഇന്ന് റിസീവ് സ്ട്രെങ്ത്, റിസീവ് സ്ട്രെങ്ത്. ശക്തി സ്വീകരിച്ചാട്ടെ. Receive strength right now. There are difficulties. നമ്മുടെ മധ്യേ പ്രശ്നങ്ങൾ ഉണ്ട്, പക്ഷേ ഡിസ്കറേജ്ഡ് ആവരുത്. Don't think that God is not for us. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. സഭയായിട്ട് നമ്മൾ എഴുന്നേക്കും, ഒരു ഉണർവ് കാണും. ഹല്ലേലൂയ. ഒരു ഉണർവ് കാണും. ഹല്ലേലൂയ. ഉണർവ് കാണും. We will send out missionaries from here. ഇവിടുന്ന് ഹല്ലേലൂയ മിഷണറീസ് നമ്മൾ അയക്കും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ കാണേണ്ട കാര്യം പറഞ്ഞാട്ടെ ഇപ്പം തന്നെ. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ എന്താ മലയുള്ളത്? വാട്ട് ഇസ് ദ പ്രോബ്ലം അഹെഡ് ഓഫ് യു റൈറ്റ് നൗ? ഇപ്പം തന്നെ പ്രാർത്ഥിച്ചാട്ടെ, പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആത്മാവിൽ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. റാബോ റാ കശീരാരെ കശീരാരാ ഒരെ കശീരാര കശീരാ ഒരെ കശീരാരാ ഒരു കശീറ വരെ കശീറ. ഈ ഒരു വർഷമായിട്ട് സഭയായിട്ട് പല വ്യക്തികൾക്ക് പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ദ ലോർഡ് ഹാസ് പ്രൊട്ടക്റ്റഡ് അസ്. ദൈവത്തിൻ്റെ വലിയൊരു പ്രൊട്ടക്ഷൻ നമ്മുടെ മേലുണ്ടായിട്ടുണ്ട്. അതിന് കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇറ്റ് ഈസ് അൺഡിനയബിൾ പ്രൊട്ടക്ഷൻ, അൺഡിനയബിൾ. നമുക്കറിയാം എല്ലാം, ഞാൻ പറയുന്നില്ല എല്ലാം സ്മൂത്ത് ആയിരുന്നു. ഒരു ഡിഫിക്കൽട്ട് ഇയർ എല്ലാ വിധത്തിലും. പക്ഷേ നമ്മുടെ കർത്താവ്, ദ ലോർഡ് ഇസ് ഓൺ ദ ത്രോൺ, സിംഹാസനത്തിലിരിക്കുക നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഓ റൈറ്റ് നൗ ഞാൻ പ്രാർത്ഥിക്കുക ഈ സഭയിലുള്ളവരുടെ മനുഷ്യൻ അന്ന് ബലപ്പെടുത്താൻ. ഹല്ലേലൂയ. നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള ചുറ്റുമുള്ള സാഹചര്യങ്ങൾ കണ്ട് ഡിസ്കറേജ്ഡ് ആവരുത്. ഗോ ബിയോണ്ട് ദാറ്റ്. കാരണം നമ്മുടെ കർത്താവ് പലതും കണ്ടിരിക്കുന്നു. ജെറമായയെ കണ്ടപ്പോൾ പറഞ്ഞു, ഐ സോ യു ബിഫോർ ഐ ഫോംഡ് യു ഇൻ യുവർ മദേഴ്സ് വൂം. ഇരമ്യാവിനോട് പറയുകയാണ്, നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പാകെ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. അതുപോലെ നമ്മളെ ഓരോരുത്തരും ദൈവം കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ടിട്ടുണ്ട്. നമ്മളെ പറ്റിയുള്ള പ്ലാൻസ് ഉണ്ട്. There will be ചില തടസ്സങ്ങൾ കാണും. പക്ഷെ ഡോണ്ട് ബി ഡിസ്കറേജ്ഡ്. പൗലോസിൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം പ്രശ്നമുണ്ടായിരുന്നു. ഹല്ലേലൂയ. there were storms, there were different പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മധ്യ he kept at it. ഹല്ലേലൂയ. അതിന്റെ ഇടയിലും അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. Amen. ആമേൻ. So let's be confident about our position in the Lord. ക്രിസ്തുവിലുള്ള നമ്മുടെ സ്ഥാനത്തെക്കുറിച്ച് നാം ഉറപ്പുള്ളവരായിരിക്കണം. And Ephesians 2:6 says, എഫെസ്യ ലേഖനത്തിന്റെ 2:6 പറയുന്നത്, and he has raised us up with him and seated us with him in the heavenly places in Christ Jesus. ക്രിസ്തുയേശുവിൽ നമ്മെ സ്വർഗീയ സ്ഥാനങ്ങളിൽ എഴുതിയിരിക്കുന്നു എന്ന് തിരുവചനം പറയുകയാണ്. You know, it's so easy to connect, to be in that presence of the Lord. അതുകൊണ്ട് തന്നെ ദൈവികമായിട്ടുള്ള ആ സാന്നിധ്യത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത്, because he's saying you're seated in the heavenly places. സ്വർഗീയ സ്ഥാനങ്ങളിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഇരുത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. I don't know whether you've read the book Chronicles of Narnia. ക്രോണിക്കിൾസ് ഓഫ് നാർണിയ എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾ വായിച്ചിട്ടൊന്നും അറിയുകയില്ല. C.S. Lewis tries to bring it in a story, the life of how some children go into the land of Narnia and they meet a lion who symbolizes Christ, kind of picture of Christ. C.S. ലൂയിസ് എന്ന് പറയുന്ന ഗ്രന്ഥകാരൻ ചില കുട്ടികൾ വേറെ ഒരു ലോകത്തിലേക്ക് ചെന്ന് അവിടെ ഒരു സിംഹത്തിനെ കാണുകയാണ്. അത് യേശുവുമായിട്ട് താരതമ്യം ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. So for these children to go from this world to that world, they just have to put on a ring. അവർക്ക് ഈ കുഞ്ഞുങ്ങള് ഈ ഭൂമിയിൽ നിന്ന് ആ ലോകത്തിലേക്ക് പോകാനായിട്ട് അവർക്കൊരു മോതിരം ഇടണം. A yellow ring to go into that and a green ring to come back. അപ്പോൾ യെല്ലോ റിംഗ് ഇടുമ്പോഴാണ് അവർ അങ്ങോട്ട് പോകുന്നത്. അതിനുശേഷം ഒരു പച്ച റിംഗ് ഇടുമ്പോൾ തിരിച്ചിങ്ങോട്ട് വരും. So easy to be in the presence of the Lord. ദൈവസാന്നിധ്യത്തിലായിരിക്കുവാൻ വളരെ എളുപ്പമാണ്. The heavenly place is a dimension around us, നമ്മുടെ ചുറ്റുമുള്ള സ്വർഗീയ സ്ഥാനങ്ങൾ available for us believers. അത് നാം വിശ്വാസികളായിരിക്കുന്നവർക്ക് ലഭ്യമാണ്. So the spirit things are more real than the natural things actually. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളെക്കാൾ ആത്മമണ്ഡലമാണ് വളരെ യാഥാർത്ഥ്യം. So build your spirit man to make yourself understand and experience the things of the good things of the spirit realm. ആത്മമണ്ഡലത്തിന്റെ നല്ല കാര്യങ്ങളെ അനുഭവിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ആത്മാവിനെ പണിതുയർത്തുക. There is a dark side of the spirit realm. Don't get involved with that. ആത്മമണ്ഡലത്തിന്റെ ഇരുട്ടിൻ്റെതായിട്ടുള്ള ഒരു വശമുണ്ട്, അവിടെ പോകേണ്ട കാര്യമില്ല. Just as it's easy to step into the dark, it's even more easy for us to step into the goodness, the light, the kingdom of light. ഇരുട്ടിലേക്ക് പോകാനായിട്ട് എളുപ്പമാണെങ്കിൽ അതിനേക്കാൾ എളുപ്പമാണ് പ്രകാശത്തിലേക്ക് പോകുവാനായിട്ട്. Okay, so the second thing is we are confident about our position in Christ. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിലുള്ള നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വത്തെക്കുറിച്ച് നാം ഉറപ്പുള്ളവരായിരിക്കും. Thirdly, we will be able to stand strong in difficulties of life. മൂന്നാമതായിട്ട് നാം നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയും. In the book of Ephesians, Paul talks about the armor of God. എഫെസ്യ ലേഖനത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെതായിട്ടുള്ള ആ ആമറിനെ കുറിച്ച് പറയുകയാണ്. And he says, stand strong.
ഉറച്ചു നിൽക്കുവാനായിട്ട് പറയുകയാണ്. That standing strong happens in the spirit. അത് ആത്മാവിലാകുന്നു സംഭവിക്കുന്നത്. Where you feel, I'm a very competitive person when it comes to games. അപ്പോൾ ഈ മത്സരങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ആ മത്സരബുദ്ധിയാണ്. You will see another side of me when I get into games. ചില കളികളെല്ലാം കളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ എന്റെ വേറെ മുഖം I കാണും. thought no one would notice it, but one of the ladies said, Kavita, Chechi, when you play, there is another person comes out. ഞാൻ വിചാരിച്ചു ആരും അത് മനസ്സിലാക്കത്തില്ല എന്നുള്ളത്. പക്ഷെ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചി കളിക്കുമ്പോഴത്തേക്കും വേറെ ആളാണ്. Because I have to win. കാരണം എനിക്ക് ജയിക്കണം. I'm not a very good loser. ഞാൻ അങ്ങനെ തോക്കാൻ വലിയ സുഖമുള്ള ഒരാളല്ല. So how much important is for us to build our spirit and be strong in the spirit so we can win this game. അങ്ങനെയെങ്കിൽ നാം ഇവിടെ ജയിക്കേണ്ടതിന് തക്കവണ്ണം ആത്മമനുഷ്യനെ പണിയേണ്ടത് എത്ര പ്രധാനപ്പെട്ട We കാര്യമാണ്. have to strengthen ourselves like David strengthened himself with the Lord. ദാവീദ് എപ്രകാരം കർത്താവിൽ സ്വയം ധൈര്യപ്പെട്ടോ അതുപോലെ നാമം ആകേണ്ടിയിരിക്കുന്നു. So I was looking at the Bible. There are so many people who found their strength in the Lord and strengthened their spirit because they were connected to God. ഞാൻ തിരുവചനത്തിൽ നോക്കിയപ്പോഴത്തേക്കും എത്രയോ വ്യക്തികൾ ആത്മാവിലും ക്രിസ്തുവിലും സ്വയം ബലപ്പെട്ട വ്യക്തികളുണ്ട്. But I just wanted to share something about Jacob, who went through a difficulty. He had been walking with the Lord, but when a difficulty came, something's changed in his life. അപ്പോൾ യാക്കോബിനെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. താൻ പ്രയാസഘട്ടങ്ങളിലൂടെ പോയി ദൈവത്തിനൂടെ നടന്നു. എന്നാൽ ഇവിടെ വന്ന മാറ്റം നമുക്കൊന്ന് കാണാം. So the thing is that when he came to know his sons had, we know the story how Joseph was sold to the Midianites, and they came back saying that Joseph is dead. അപ്പോൾ എപ്രകാരം യോസേഫിന്റെ സഹോദരന്മാർ യോസേഫിനെ മിദ്യാന്യർക്ക് വിറ്റു എന്നുള്ള കാര്യമെല്ലാം നമുക്ക് മനസ്സിലാക്കുകയാണ്. അത് യാക്കോബിനോട് വന്ന് പറയുമ്പോൾ, and then suddenly we read in Genesis 37:35, then all his sons and all his daughters got up to comfort him, but he refused to be comforted, and he said, surely I will go down to Sheol in the morning for my son. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിന് 37-35 പറയുന്നത്, അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവന്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. Jacob took a decision not to be consoled by God. യാക്കോബ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു, ഞാൻ ആശ്വാസം സ്വീകരിക്കുന്നില്ല എന്നുള്ളത്. It was too painful for him. അത് തനിക്ക് വളരെ വേദനയുള്ള ഒരു സാഹചര്യമായിരുന്നു. And I'm just thinking of the next 17 or so years or 13 years, how he would probably always been in that realm and not allowed his spirit to grow. ഞാൻ ഓർക്കുകയായിരുന്നു, അടുത്ത ഏകദേശം 13 വർഷത്തോളം താൻ അതേ രീതിയിൽ തന്നെ മുന്നേറുകയാണ്, ആശ്വാസം സ്വീകരിക്കാതെ. But later on when his sons go to Egypt and they find out that Joseph is alive, they come back to him and they tell him the news. എന്നാൽ പിന്നീട് ഈ തന്റെ യോസേഫ് ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യമെല്ലാം ആ വാർത്ത അറിയിക്കുമ്പോൾ, so in Genesis 45:27 it says, when they told him all the words of Joseph that he had spoken to them, and when he saw the wagons that Joseph had sent to carry him, then the spirit of their father Jacob revived. ഉൽപ്പത്തി പുസ്തകത്തിൽ 45:27 പറയുന്നത്, യോസേഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. It's not easy when you face things in life to guard your spirit. നാം ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. It may take time, but we have to let the Holy Spirit minister to us and help us to be healed. അത് ഒരുപക്ഷെ സമയമെടുക്കുമായിരിക്കാം, എന്നാൽ പരിശുദ്ധാത്മാവിനെ അനുവദിച്ച് നമുക്ക് സൗഖ്യം ലഭിക്കുവാനായിട്ട് നമ്മെ ശുശ്രൂഷിക്കുവാനും നാം അനുവദിക്കേണ്ടിയിരിക്കുന്നു. And Genesis 46 is so beautiful how Jacob is revived, his spirit is revived, and he goes and what does he do? He sacrifices to the Lord. അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ 46-ാം അധ്യായത്തിൽ നാം കാണുകയാണ്, തന്റെ ഹൃദയത്തിൽ ആ മാറ്റം വന്നപ്പോൾ താൻ ദൈവത്തിന് യാഗം കഴിക്കുകയാണ്. He goes to Beersheba and he sacrifices to the Lord. താൻ ബെർശേബയിൽ പോയി അവിടെ ദൈവത്തിന് യാഗം A കഴിച്ചു. place where he's met the Lord before. താൻ മുൻപ് ദൈവത്തെ കണ്ട സ്ഥലം. And then God spoke to him. അവിടെ ദൈവം യാക്കോബിനോട് ഇടപെടുകയാണ്. Jacob, Jacob, and he said, here I am. Then he said, I am God, the God of your father. Do not be afraid to go down to Egypt, for I will make you into a great nation there. I will go down with you to Egypt, and I will also assuredly bring you up again, and Joseph will close your eyes. യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന്
ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിന്റെ ദൈവം തന്നെ. മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ഞാൻ നിന്നോടുകൂടെ മിസ്രൈമിലേക്ക് പോരും, ഞാൻ നിന്നെ മടക്കി വരുത്തും. യോസേഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണ് അടയ്ക്കും എന്ന് അരുളി ചെയ്തു. All those years, the Lord would have looked at Jacob and thought, Jacob, why are you so upset? I'm there for you. My plans for you will be fulfilled. ആ കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഒരുപക്ഷെ ദൈവം യാക്കോബിനെ നോക്കിക്കൊണ്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, യാക്കോബെ, എന്തിന് നീ ഇങ്ങനെ വ്യസനിക്കുന്നു? നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതികൾ അത് നടപ്പിലാകും, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. Probably the Lord told him, but he couldn't hear it because his spirit was so crushed. ഒരുപക്ഷെ ദൈവം അത് പറഞ്ഞിട്ടുണ്ടാകാം, എന്നാൽ തന്റെ ആത്മാവ് തകർന്നിരിക്കുന്നത് കൊണ്ട് കേട്ടിട്ടുണ്ടാകുകയില്ല. But then when he opened up his spirit, God, he could hear from God and God fulfilled his purposes. എന്നാൽ ആത്മാവ് താൻ തുറന്നപ്പോൾ ദൈവത്തിൻ്റെതായിട്ടുള്ള പദ്ധതികൾ കേൾക്കുവാനിടയായി. Not everything done to us can be justified in this world. ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും നമുക്ക് ന്യായീകരിക്കുവാൻ കഴിയുകയില്ല. When you think of martyrs, they paid a price. രക്തസാക്ഷികളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവർ ഒരു വില കൊടുത്തിരിക്കുന്നു. How can their family face it? അവരുടെ കുടുംബത്തിന് എങ്ങനെ അതിനെ തരണം ചെയ്യുവാൻ കഴിയും? But we can trust the Lord enough to say that, Lord, I don't have the answers, but when I meet you one day, I will know that you have a genuine reason. എന്നാൽ നമുക്ക് പറയുവാൻ കഴിയുന്ന ഒരു കാര്യം, കർത്താവേ, എനിക്ക് ഇതിൻ്റെ ഒന്നും കാരണം അറിയുകയില്ല, എന്നാൽ ഒരു ദിവസം ഞാൻ അങ്ങേ മുഖാമുഖം കാണുമ്പോൾ എനിക്ക് ഉറപ്പാണ് അങ്ങേക്ക് ഇതിനെക്കുറിച്ച് എന്തോ ഒരു വ്യക്തമായ ഉത്തരമുണ്ട്. So it's our duty in the midst of these difficulties to guard our spirits. അതുകൊണ്ട് ഈ പ്രയാസത്തിന്റെ എല്ലാം നടുവിൽ നമ്മുടെ ആത്മാവിനെ അല്ലെങ്കിൽ ഹൃദയത്തെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. Fourthly, even though our physical strength weakens with age, our spirit can be strengthened continually. പ്രായത്തിൽ നാം മുതിർന്നു വരുമ്പോൾ നമ്മുടെ ശാരീരിക മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും നമ്മുടെ ആത്മമനുഷ്യനെ നമുക്ക് നിരന്തരം പുതുക്കുവാനായിട്ട് കഴിയും. 2 Corinthians chapter 4 verses 16 to 18. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, Can you read it in Malayalam? അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകും. Amen. ആമേൻ. So ladies, if you have wrinkles, don't worry. അതുകൊണ്ട് സ്ത്രീകളോട് ഇച്ചിരി ചുളിവുകളൊക്കെ നിങ്ങളുടെ മുഖത്തുണ്ടെങ്കിൽ ഒന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. Your inner man will make you beautiful. നിങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നിങ്ങളെ വളരെ സൗന്ദര്യത്തിൽ കൊണ്ടുവരും. More than any beauty, it is your inner spirit that gives you that beauty. ഏത് സൗന്ദര്യത്തെക്കാളും നിങ്ങളുടെ അകമേയുള്ള സൗന്ദര്യമാണ് ഏറ്റവും What a മികച്ചത്. joy. Even at 90, we can be strong in the spirit and encouraging others. നമുക്ക് 90 ആയാലും ശരി, നമ്മുടെ അകത്ത് ബലത്തോടെ മറ്റുള്ളവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയും. So another thing that the Lord showed me about the spirit. മറ്റൊരു കാര്യം ആത്മാവിനെ കുറിച്ച് ദൈവം എന്നെ കാണിച്ചത്, So my father-in-law had dementia. എൻ്റെ അമ്മായിയപ്പന് ഡിമെൻഷ്യ ഉണ്ട്. So towards the end, the last few years, he behaved very differently. അതുകൊണ്ട് കഴിഞ്ഞ തൻ്റെ ജീവിതത്തിന്റെ അവസാന ആ വർഷം വളരെ വ്യത്യസ്തമായിട്ടാണ് ഇടപെട്ടത്. It's not the person I knew earlier. എനിക്ക് മുൻപ് അറിയുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല അദ്ദേഹം. Because the mind is not in his control. കാരണം മനസ്സ് ഇപ്പോൾ തന്റെ നിയന്ത്രണത്തിലല്ല. So when he came to stay with us at that period, he was very aggressive and fearful about outsiders coming in. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം താമസിക്കാൻ വന്ന ആ സമയത്ത് മറ്റുള്ളവർ പുറത്തുനിന്ന് വരുന്നതിനെ കുറിച്ച് ഭയങ്കര ഭയപ്പെട്ടിരുന്നു. And so we were thinking, how are we going to help him be peaceful in our home? ഞങ്ങൾ ചിന്തിച്ചു, എങ്ങനെ സമാധാനത്തോടുകൂടെ അദ്ദേഹത്തിന് ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുവാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുവാൻ So we raised a prayer. ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. We prayed. I used to pray in front of him in the same room. I'll worship, I'll pray, and we used to have our family prayer together. We'd hold his hand and pray. ഞാൻ അദ്ദേഹത്തിന്റെ റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ആ മുറിയിൽ തന്നെ ഞങ്ങൾ ചെയ്യുവാനും ശ്രമിച്ചു. And over a few months he changed and became so much more softer and at peace. മാസങ്ങൾ കൊണ്ട് അദ്ദേഹം വളരെ സോഫ്റ്റ് ആകുകയും വളരെ സമാധാനത്തിലും സ്വസ്ഥതയിലുമായിരിക്കുന്നത് കാണുവാൻ കഴിഞ്ഞു. I realized the spirit is still alive, and the spirit, when the spirit is disturbed, we have to cater to the spirit, not the soul. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ആത്മാവ് അപ്പോഴുമുണ്ട്. ആത്മാവിന് അസ്വസ്ഥത ഉള്ളപ്പോൾ നാം ദേഹിയോട് ഇടപെട്ടിട്ട് കാര്യമില്ല. ആത്മാവിന്റെ സ്വസ്ഥതയ്ക്ക് ആവശ്യമുള്ളത് നാം ചെയ്യണം. So even at the point when he couldn't feed himself, he would come to hold hands and pray.
അപ്പോൾ തനിക്ക് കഴിക്കുവാൻ പറ്റാത്ത സമയത്തും കരം നീട്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി അദ്ദേഹം വരുമായിരുന്നു. Sometimes when he used to go to sleep, he was disturbed, not knowing about what is, because he doesn't have a control over the situation. താൻ ചിലപ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നു, കാരണം ചുറ്റുമുള്ള കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാകാത്ത ആ ഒരു ഭയം കാരണം. So we would stand next to him and say, it's okay, you are safe, and speak words of life. അപ്പോൾ ഞങ്ങൾ ചുറ്റും നിന്ന് ഞങ്ങളിങ്ങനെ പറയുമില്ല, കുഴപ്പമില്ല, വളരെ സുരക്ഷിതനാണ്, ജീവന്റെ വാക്കുകൾ ഞങ്ങൾ പ്രസ്താവിക്കുവാൻ തുടങ്ങി. Within a minute, he would sleep like a baby. ഒരു മിനിറ്റിനുള്ളിൽ ഒരു കുഞ്ഞിനെ പോലെ അദ്ദേഹം So ഉറങ്ങും. I was thinking the power of the Spirit. ആത്മാവിന്റെ ശക്തിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. That's why when people are in coma also, you can speak the word of God aloud and change the situation. അതുകൊണ്ടാകുന്നു വ്യക്തികൾ കോമയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ദൈവത്തിന്റെ ജീവന്റെ വാക്കുകൾ ഉറക്കെ പ്രഖ്യാപിച്ച് സാഹചര്യങ്ങളെ മാറ്റുവാൻ And കഴിയും. only we know how to influence the Spirit in the right way. ശരിയായ രീതിയിൽ എങ്ങനെ ആത്മാവിനെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് മാത്രമേ So അറിയുകയുള്ളൂ. church, stop behaving like natural people and start living like spiritual men and women. അതുകൊണ്ട് സഭ സ്വാഭാവിക വ്യക്തികളെ പോലെ ഇടപെടുന്നത് നിർത്തി ആത്മീയരെ പോലെ എഴുന്നേറ്റ് പ്രവർത്തിച്ചാട്ടെ. Amen. So I've showed this, the importance of building your spirit man. ആത്മമനുഷ്യനെ പണിയേണ്ടതിന്റെ പ്രാധാന്യമാണ് ഞാൻ കാണിച്ചത്. I'm just going to say the points of how to build yourself up. എങ്ങനെ നിങ്ങളെ തന്നെ പണിതുയർത്താം എന്നുള്ള പോയിന്റുകൾ പെട്ടെന്ന് ഞാൻ പറയുകയാണ്. First of all, you have to be conscious that you are a spirit. ആദ്യമായിട്ട് നിങ്ങൾ ആത്മാവാണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. More than your emotions, the Spirit says the truth according to the word of God. നിങ്ങളുടെ വികാരത്തെക്കാൾ ദൈവവചനത്തെ കുറിച്ചുള്ള സത്യം പറയുന്നത് ആത്മാവാണ്. And your spirit has needs. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആത്മാവിന് You ആവശ്യങ്ങളുണ്ട്. have to feed your spirit. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ പോഷിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. How do you feed your spirit? എങ്ങനെ ആത്മാവിനെ ആഹാരം Second നൽകാൻ point, കഴിയും? by രണ്ടാമതായിട്ട് meditating on the word of God. ദൈവവചനത്തിന്റെ ധ്യാനം. It's not just reading. വെറുതെ വായിക്കുകയല്ല. Meditating is the word haga, which means to mutter and moan. It should come from your inner being always. ഹഗ എന്ന് പറയുന്ന വാക്കാണ് ഈ ധ്യാനിക്കുക എന്നുള്ളതിൻ്റെതായിട്ടുള്ള മൂലപദം. അത് എന്ന് പറയുന്നത് അകത്തുനിന്ന് വീണ്ടും വീണ്ടും ആ ചിന്തയിൽ തന്നെ നിൽക്കുക എന്നുള്ള അർത്ഥമാണ്. As you meditate, your mind gets renewed and the spirit can be more effective. നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് പുതുക്കം സംഭവിക്കുകയും അങ്ങനെ ആത്മാവിന് ഏറിയ ശക്തിയിൽ ശുശ്രൂഷിക്കുവാനും കഴിയുന്നു. Thirdly, by obeying the word of God. മൂന്നാമതായിട്ട് ദൈവവചനം അനുസരിച്ചുകൊണ്ട്. You want to do everything for God, but when God tells you to do something, no, I can't do that. I'll do it later. നിങ്ങൾക്കെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യണം, എന്നാൽ ദൈവം ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഇല്ല, വേണ്ട എന്ന് തീരുമാനം. Obedience is key for your growth. അനുസരണമാണ് നമ്മുടെ ആത്മമനുഷ്യന്റെ വളർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. It may be to take some more time to pray. അത് ചിലപ്പോൾ അല്പ കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ എടുക്കാനായിരിക്കാം. It may be to share the gospel to someone. ആരോടെങ്കിലും സുവിശേഷം പറയുവാനായിരിക്കാം. So obedience is key. അതുകൊണ്ട് തീർച്ചയായും അനുസരണം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Fourthly, praying in the spirit. നാലാമതായിട്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുക. I cannot undermine the importance of praying in the spirit. അതിന്റെ കുറവ് അത് ഒരിക്കലും എനിക്ക് കുറച്ച് കാണിക്കാൻ കഴിയുകയില്ല. So some of the kids will say, okay, we feel bored after praying the spirit. Naturally, because you don't understand everything. ചില കുഞ്ഞുങ്ങൾ പറയാറുണ്ട്, അല്പസമയം അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്കും ബോറടിക്കുന്നു. അത് സ്വാഭാവികമാണ്, കാരണം നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ. But when you understand what happens and how effective that is and strengthens you, you will do it. എന്നാൽ ഇത് കാരണം നമുക്കുണ്ടാകുന്ന ആ മാറ്റങ്ങൾ എന്തെന്ന് നാം മനസ്സിലാക്കുമ്പോൾ, അത് എത്രമാത്രം നമ്മെ ബലപ്പെടുത്തുമെന്ന് മനസ്സിലാക്കുമ്പോൾ നാം അത് ചെയ്യും. People are willing to go to the gym and spend 1 hour every day and exercise and build their body. Take 15 minutes every day and pray in the spirit. വ്യക്തികൾ ജിമ്മിൽ പോയി ശരീരം ബലപ്പെടുത്തുവാനായിട്ട് 1 മണിക്കൂർ എടുക്കാൻ ഓക്കെയാണ്. 15 മിനിറ്റ് എങ്കിലും ആത്മാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. Fifthly, develop a lifestyle of worship. ഏറ്റവും ഒടുവിലായിട്ട് അല്ലെങ്കിൽ അഞ്ചാമതായിട്ട് ആരാധനയുടേതായിട്ടുള്ള ജീവിതക്രമം ഉണ്ടാക്കുക. We need to be sensitive. The more you worship, you become sensitive to the Holy Spirit. നാം പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുവാൻ കഴിയുന്ന വ്യക്തികളായിരിക്കണം. എത്രമാത്രം നാം ആരാധിക്കുന്നോ അത്രമാത്രം ആത്മാവിനെ തിരിച്ചറിയുവാൻ കഴിയും. Spend time with mature Christians. പക്വതയുള്ള ക്രിസ്ത്യാനികളുമായിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കുക. 2 Corinthians 7:13 says, 2 കൊരിന്ത്യർ 7:13 പറയുന്നത്, because of this we have been comforted, and because besides our comfort we rejoice even much more for the joy of Titus, because his spirit has been refreshed by you all. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം വന്നിരിക്കുന്നു. ഞങ്ങളുടെ ആശ്വാസം ഒഴികെ തീത്തോസിന്റെ മനസ്സിന് നിങ്ങൾ എല്ലാവരാലും തണുപ്പ് വന്നതുകൊണ്ട് അവനുണ്ടായ സന്തോഷം നിമിത്തം ഞങ്ങൾ എത്രയും അധികം സന്തോഷിച്ചു. Amen. ആമേൻ. So when you spend time not talking anything general, but really praying together, talking together about the things of God, of what God has done for you,
you get refreshed. നിങ്ങൾ സമയം ചെലവഴിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടല്ല ദൈവകാര്യങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയും കർത്താവ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചെല്ലാം അന്യോന്യം പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവ് ബലപ്പെടുന്നു. And finally, fasting. ഏറ്റവും ഒടുവിലായിട്ട് ഉപവസിക്കുക. It's not everyone's favorite word. അത് എല്ലാവരും ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലായിരിക്കും. But fasting disciplines your body and soul. എന്നാൽ ഉപവസിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെയും ആത്മാവിനും വലിയ അച്ചടക്കം കൊണ്ടുവരികയാണ്. It makes the spirit the boss. അത് ആത്മാവിനെ എപ്പോഴും യജമാനനായി നിർത്തുന്നു. A lifestyle of fasting is so important. ഉപവാസത്തിൻ്റെതായിട്ടുള്ള ആ ജീവിത ശൈലി അത് It can സുപ്രധാനമാണ്. be regularly once a week, 1 or 2 meals, or even a whole day. But having that style of fasting, keeping that day for the Lord and praying is so important. അത് ഒരു ഭക്ഷണ സമയമാകാം, ആഴ്ചയിൽ ഒരിക്കൽ, അല്ലെങ്കിൽ കഴിയുന്നത് പോലെ. എന്നാൽ അങ്ങനെയുള്ള ആ ജീവിത ശൈലി എന്ന് പറയുന്നത് തന്നെ ആത്മാവിനെ വലിയ രീതിയിൽ ബലപ്പെടുത്തും. That is a minimal, but I think in the days to come we will fast more. അത് ഏറ്റവും കുറഞ്ഞ ഒരു കാര്യമാണ്. എന്നാൽ വരുന്ന ദിവസങ്ങളിൽ നാം അധികമായി നാം ഉപവസിക്കും. We are entering perilous times. കാരണം നാം കഷ്ടത്തിൻ്റെതായിട്ടുള്ള സമയത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. We need to do all this. നാം ഇതെല്ലാം ചെയ്യേണ്ടിയിരിക്കുന്നു. Watchman Nee said, വാച്ച്മാൻ നീ ഇങ്ങനെ പറഞ്ഞു, take this as a secret of Christ's life in you. നിങ്ങളുടെ അകത്തുള്ള ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള രഹസ്യം ഇതെന്ന് കരുതിക്കൊള്ളുക. His spirit dwells in your innermost spirit. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്തുള്ള ആത്മാവിൽ വസിക്കുന്നു. Meditate on it, അതിൽ നിങ്ങൾ ധ്യാനിക്കുക, believe in it, അതിൽ വിശ്വസിക്കുക, and remember it അത് ഓർക്കുകയും ചെയ്യുക. until this glorious truth produces within you a holy fear and wonderment that the Holy Spirit indeed abides in you. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്നുള്ള വിശുദ്ധമായിട്ടുള്ള ഭയവും അതോടൊപ്പം തന്നെ വലിയ ആശ്ചര്യവും അത് നിങ്ങളിൽ വരുന്നത് വരെയും നിങ്ങൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുക. Amen. ആമേൻ. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആത്മമനുഷ്യനെ പറ്റി ഞങ്ങൾ ഇന്ന് കേട്ടു. ആത്മമനുഷ്യനെ ഈ ദിവസങ്ങളിൽ സ്ട്രെങ്തൻ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ദേഹം ദേഹിയെ പോലെ തന്നെ ഞങ്ങളുടെ ആത്മാവിന് ശക്തി കൊടുക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നദി ഞങ്ങൾക്കൂടെ ഒഴുകാൻ കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവൻ്റെ നദി, ജീവൻ്റെ നദി, ജീവൻ്റെ നദി. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ടെ. ജീവൻ്റെ നദി. ഒരു കാര്യം പഠിപ്പിച്ച് കൊണ്ടിപ്പോൾ കാര്യമില്ല. യു ഹാവ് ടു ടേക്ക് ഇറ്റ്. നിങ്ങൾ മുമ്പോട്ട് ഈ ദിവസങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ച്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ആത്മാവിലൂടെ പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ജീവൻ, ഹല്ലേലൂയ, സൗഖ്യം, ഹല്ലേലൂയ. ഓ, ബ്രേക്ക് ത്രൂസ് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഓരോരുത്തരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ശരാരാ ശുഭരിഖാദീരാ ബാബാ 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 ശുഭരിഖ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. Just get to your feet, stand to your feet and just tell the Lord. നിങ്ങൾ കർത്താവിനോട് പറ, ഹല്ലേലൂയ, എൻ്റെ ആത്മമനുഷ്യനെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ബിൽഡ് ചെയ്യാൻ എന്നെ സഹായിക്കണമേ കർത്താവേ. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് ചിലരോട് ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള രഹസ്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ പലരും ബിസിയാണ്. കർത്താവ് പറയുന്നു, എനിക്ക് ആ സമയം നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുക, എനിക്ക് കൂടുതൽ സംസാരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുഭരേഖാതീരാരേരാ ശുഭരേഖാതീരാരേരാ ഒരു കശ്യരബരാരാ ഒരു കശ്യരാ ബാബാ 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 ബാബാരേഖ. നമ്മുടെ നമ്പേഴ്സ് അല്ല ഇമ്പോർട്ടൻറ്റ്. ഈ സഭയിലുള്ള എത്ര പേരാ വരുന്നതെന്നല്ല ഇമ്പോർട്ടൻറ്റ്. എത്ര പേര് ആത്മീയ മനുഷ്യരാ, എത്ര പേര് ആത്മാവിൽ ശക്തിയുള്ളവരാ, എത്ര പേര് മെച്യൂറാ, അതിലാണ് കാര്യം. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ ആത്മാവിൽ ബലപ്പെടുത്തുമ്പം യു വിൽ ബ്രിങ് അതേഴ്സ്. വേറെ ആൾക്കാരെ കൊണ്ടുവരും, അവരെ വളർത്തും. ഹല്ലേലൂയ. I speak that over the church. അത് സഭയുടെ മേൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. I speak that over the church. സഭയുടെ മേൽ പ്രഖ്യാപിക്കുന്നു.
that you, each one of us, are going to be strong in the Spirit. നാം ഓരോരുത്തരും ആത്മാവിൽ ബലമുള്ളവരാകും. Hallelujah. I just sense the Lord doing something now. കർത്താവ് ചില കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഞാൻ കാണുന്നു. He'll show you the areas where you're stuck. നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ചില മേഖലകൾ പരിശുദ്ധാത്മാവ് കാണിക്കും. There is some hurt. Right now, release it to the Lord. ചില വേദനകൾ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്താട്ടെ. Amen. Amen. Hallelujah. The hurt the Lord is taking. കർത്താവ് അത് മാറ്റുന്നു. And just like he was able to speak to Jacob, he's going to speak to you. യാക്കോബിനോട് ദൈവം എങ്ങനെ ഇടപെട്ടോ അതുപോലെ ദൈവം നിങ്ങളോട് ഇടപെടും. He's going to tell you he has taken care of your generations. ദൈവം നിങ്ങളോട് പറയും നിങ്ങളുടെ തലമുറകളെ ദൈവം നോക്കിയിരിക്കുന്നു. He has planned your life. നിങ്ങളുടെ ജീവിതത്തെ ദൈവം അത് പദ്ധതിയിട്ടിരിക്കുന്നു. Till your last day. നിങ്ങളുടെ അവസാന ദിവസം വരെ. But you align with it. എന്നാൽ നിങ്ങൾ അതിനോട് ചേർന്ന് നടക്കുക. And let your spirit man walk. Allow the Holy Spirit to work through you. നിങ്ങളുടെ ആത്മമനുഷ്യൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കട്ടെ. I just sense today is a day where heaven's resources is coming to us. ഞാൻ എൻ്റെ ആത്മാവിൽ കേൾക്കുന്നത് സ്വർഗീയമായിട്ടുള്ള ഉറവകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. Hallelujah. Heaven's resources are coming to us. സ്വർഗീയമായിട്ടുള്ള ഉറവകൾ നമ്മുടെ മേൽ വരികയാണ്. For God has given us a key. നമുക്ക് ദൈവ താക്കോലുകൾ തന്നിരിക്കുന്നു. This key is unlocking something. ഈ താക്കോല് ചില കാര്യങ്ങളെ തുറക്കുകയാണ്. You will start experiencing the spiritual blessings. നിങ്ങൾ ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങും. You will be a channel through which your neighborhood is blessed. നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ അയൽപക്കം അനുഗ്രഹിക്കപ്പെടും. A channel through which your workplace will be blessed. നിങ്ങളുടെ ജോലി മണ്ഡലങ്ങൾ നിങ്ങൾ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും. A channel which your school will be blessed. നിങ്ങളുടെ വിദ്യാലയങ്ങൾ നിങ്ങൾ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും. Yes, Lord. Thank you, Lord. Thank you, Lord. നന്ദി പിതാവേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു. കർത്താവ് ഒരു പ്രവൃത്തി തുടങ്ങി. ഹല്ലേലൂയ. ഈ ദിവസങ്ങളെ ഞങ്ങളുടെ ആത്മമനുഷ്യരെ ബലപ്പെടുത്താനും വളർത്താനും ഞങ്ങളെ സഹായിക്കണം കർത്താവേ. We want to be faithful. Thank you, Lord. ഈ സമയത്തിനായി സ്തുതിക്കുന്നു. എല്ലാം all honor and glory to you, Lord. എല്ലാ മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് കർത്താവേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Amen. ആമേൻ. Amen.